സ്വാഗതം. 2008 പുറത്തിറങ്ങിയ ചിത്രമാണ് 2020. ഈ ചിത്രം 2020 എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ചിത്രം. വളരെ ഇൻട്രസ്റ്റോടെ എല്ലാവരും തിയേറ്ററിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം എന്ന് തന്നെ പറയാം. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടമായ ചിത്രം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മമ്മൂട്ടി ആരാധകർ പറയും മമ്മൂട്ടിയാണ് അതിനകത്തിലെ നായകൻ, മോഹൻലാൽ ആരാധകർ അങ്ങനെ പറയും മോഹൻലാലാണ് എൻ്റെ നായകൻ, സുരേഷ് ഗോപി ആരാധകർ ദിലീപ്, അങ്ങനെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ലെവലിൽ ഒരു ചിത്രം ഇറങ്ങി, വളരെ ഹിറ്റായി. അമ്മ സംഘടനയുടെ ഫണ്ട് റേസിങ്ങിൻ്റെ പരിപാടിക്കായിട്ടാണ് അത് ചെയ്തിരുന്നത്. ഇപ്പം അതിനൊരു സെക്കൻഡ് പാർട്ട് വന്നാലോ, അതായത് 2020 ഒരു സീക്വൽ വരുന്നു. ഇതിപ്പം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 2020 സീക്വൽ വരുന്നുണ്ട്. 2021 ഈ ചിത്രം തുടങ്ങുന്നത്. ടി.കെ. രാജീവ് കുമാർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എല്ലാവർക്കും അതേപോലെ അണിനിരക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അതിനകത്തിൽ മമ്മൂട്ടി വില്ലനായിട്ടാണോ വരുന്നത് എന്നുള്ളതാണ്. ഇതിപ്പം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ അപ്രസക്തമാണ്. കാരണം മമ്മൂട്ടി മലയാളത്തിലെ ഏറ്റവും വലിയ നായകനാണ്. മോഹൻലാലിനൊപ്പം വർഷങ്ങളായിട്ട് നമ്മുടെ രണ്ട് സൂപ്പർ താരങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ ഈ ഒരു വില്ലൻ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇടവേള ബാബുവിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുടെ ബേസിലാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. അതായത് ഈ 2020 തുടങ്ങിയ ടൈമിൽ 2008 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ 2020 വില്ലൻ വേഷം ആയിട്ട് വരിക എന്നുള്ളത്. പക്ഷേ അന്നത് നടന്നില്ല. കാരണം ഇൻ്റർവ്യൂ തന്നെ അദ്ദേഹം പറയേണ്ടത് ഒരു വലിയൊരു അവർക്കിടയിലൊരു വലിയൊരു പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു മമ്മൂട്ടിയുടെ. മമ്മൂട്ടിക്ക് അത് വില്ലൻ വേഷം തന്നെ വേണമായിരുന്നു. പക്ഷേ ആ സമയത്ത് അല്ലെങ്കിൽ 2008 അങ്ങനെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ആ ഒരൊറ്റ കാരണം മതി ആ പടം ഫ്ലോപ്പ് ആവും. കാരണം മമ്മൂട്ടി വില്ലനായി വരുന്നു എന്നുള്ളത്. കാരണം മമ്മൂട്ടി ഒരിക്കലും വില്ലനായി വരുന്നത് കാണാൻ മലയാളികൾക്ക് ആർക്കും താല്പര്യമില്ല. മമ്മൂട്ടി ആരാധകർക്ക് എല്ലാവർക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. മമ്മൂട്ടി എന്ന നടൻ പല പ്രാവശ്യം നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ് വില്ലൻ വേഷങ്ങളിലൂടെ വന്ന്. ഇപ്പോൾ വിധേയൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ എന്നും മലയാളത്തിൽ കണ്ടിട്ടുള്ള വില്ലൻ വേഷങ്ങളെയൊക്കെ കവർ ചെയ്യുന്നൊരു വില്ലൻ വേഷം തന്നെയാണ്. അതിൽ അദ്ദേഹം നായകനായിട്ടാണ്. പക്ഷെ ആ ക്യാരക്ടർ അത്രയ്ക്കൊരു വില്ലത്തമുള്ള ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ അതും കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിലും മുരിക്കുംപാടത്ത് അഹമ്മദ് ഹാജിയായിട്ട് അദ്ദേഹം വരുന്നത് അതിഗംഭീരമാണ്. അത്രയും നല്ലൊരു വില്ലനൊന്നും നമ്മൾ കണ്ടിട്ടില്ല മലയാളത്തിൽ. അപ്പം അതൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന 2020 സെക്കൻഡ് പാർട്ട്, അതായത് സീക്വലിനകത്തിൽ മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ വരുമോ എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നോക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് 2020 മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളക്കര അത് ഏറ്റെടുത്തിരിക്കും. കാരണം മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആ ഒരു കാലഘട്ടം മാറി. കാരണം 2008 നമ്മൾ കണ്ടിരുന്നതും ആ ഒരു കാലഘട്ടം മാറി. കാരണം അത്രത്തോളം ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു ഇതൊക്കെ കാണാൻ ഈ ഒരു ടൈമിൽ. അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി ആരാധകർക്ക് തന്നെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കണുള്ളൂ, അത് ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായ അതിശക്തമായ ഒരു ക്യാരക്ടർ ആയിരിക്കണം. ക്യാരക്ടർ അദ്ദേഹം അതിഗംഭീരമാക്കുമെന്ന് എല്ലാവർക്കും അറിയാം, ആർക്കും സംശയവുമില്ല. മറ്റൊരു കാര്യം, ഇതിലെ നായകൻ ആരായിരിക്കും? നോർമലി അമ്മ സംഘടന ചെയ്യുന്ന ഒരു വർക്കായതുകൊണ്ട് തീർച്ചയായും മോഹൻലാൽ, സുരേഷ് ഗോപി, സുരേഷ് ഗോപിക്കും ഇപ്പോൾ ഒരു ഭയങ്കര മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് സുരേഷ് ഗോപിക്കും മോഹൻലാലിനൊപ്പമുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു വേഷം വേണ്ടി വരും. പൃഥ്വിരാജ് ഉണ്ടാവും. അങ്ങനെ അവരെല്ലാം ആയിരിക്കാം നായകന്മാർ. പക്ഷേ ഇവിടെ വില്ലനാവണോ എന്നുള്ളത് അല്ലെങ്കിൽ വില്ലനായിട്ട് വരുമോ എന്നുള്ളത് ഇപ്പോൾ മമ്മൂട്ടിയുടെ മാത്രം തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ വില്ലനായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ആ സിനിമ നമുക്ക് പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും, അല്ല കൊഴുത്തിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ സിനിമ അതിഗംഭീരമായിരിക്കും. അത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഇടിച്ചു കയറും. അപ്പം അങ്ങനെ ഒരു സിനിമ നടക്കുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. പക്ഷേ അറിയില്ല. കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരിക്കലും മമ്മൂട്ടിയെ ഒരു വില്ലൻ തരത്തിലേക്ക് കാണാൻ, അല്ലെങ്കിൽ ഒരു സിനിമയിലെ വില്ലനായിട്ട് കാണാൻ, അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ഒരു വില്ലനായിട്ട് കാണാൻ മലയാളക്കര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. നമുക്കൊരു സർവേ പോലെ അതിൽ പോവാം. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മമ്മൂട്ടി എന്ന നടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് മീഡിയാസ്.